അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന കപാൽപതി പ്രാണായാമമാണ്. അതിൽ നമ്മൾ ശ്വാസം മൂക്കിലൂടെ തന്നെ ഉള്ളിലേക്ക് എടുക്കുക. അത് കഴിഞ്ഞ് ശ്വാസം പുറത്തേക്ക് വിടുമ്പം നമ്മളിങ്ങനെ ഓരോ സ്ട്രോക്സ് ആയിട്ടായിരിക്കും പുറത്തേക്ക് വിടുന്നത്. എന്ന് പറയുമ്പോൾ ആ സമയത്ത് നമ്മുടെ വയറ് ഉള്ളിലേക്ക് നമ്മൾ കംപ്രസ് ചെയ്യണം. ഞാൻ കാണിച്ചു തരാം. ഇൻഹെയിൽ ചെയ്യുന്നു ഫസ്റ്റ്. ഇങ്ങനെ വേണം ശ്വാസം പുറത്തേക്ക് വിടാൻ. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കാം. നേരെ ഇരുന്നോളാം, കൈ ചിന്മുദ്രയിൽ വെച്ചോളാം. ഓക്കെ, ഇൻഹെയിൽ. ഓക്കെ, വൺസ് അഗെയിൻ ഇൻഹെയിൽ. ചെയ്യുന്നുണ്ടോ എല്ലാവരും? ട്രൈ ചെയ്ത് നോക്കുക. ഇൻഹെയിൽ. നമ്മൾ ഒറ്റയടിക്ക് വിടാതെ സ്ട്രോക്ക് ആയിട്ടാണ് ശ്വാസം പുറത്തേക്ക് വിടുന്നത്. ഓക്കെ, വൺസ് അഗെയിൻ ഇൻഹെയിൽ. ഓക്കെ, ലാസ്റ്റ് റൗണ്ട്. ഇൻഹെയിൽ. ഓക്കെ, ഈ പ്രാണായാമം ചെയ്യുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ബോഡി പ്യൂരിഫൈഡ് ആവും. നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ടോക്സിൻസും ഈ പ്രാണായാമത്തിലൂടെ പുറത്തു പോകും. അങ്ങനെ കംപ്ലീറ്റ് പ്യൂരിഫിക്കേഷന് ഈ പ്രാണായാമം വളരെ യൂസ്ഫുൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇടയ്ക്ക് ഒത്തിരി സ്ട്രെസ്ഡ് ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ ഇടയ്ക്ക് ഇത് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി കാം ആൻഡ് റിലാക്സ്ഡ് ആവും. ഓക്കെ.